ഓൺലൈൻ തട്ടിപ്പിലൂടെ 15 ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിന്റെ പരാതി. മുംബൈ സൈബർ വിഭാഗം CBI എന്നീ ഏജൻസികളിൽ നിന്നാണെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടന്നുവെന്നാണ് സൂചന. പരാതിയിൽ പത്തനംതിട്ടയിലെ കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, നേരത്തെ ഇത് റിസർവ് ബാങ്ക് അടക്കം നമ്മുടെ വിവിധ ഏജൻസികൾ, CBI, കേരള പോലീസ് ഒക്കെ നിരന്തരമായി പറയുന്നുണ്ട് ഇത്തരം ഏജൻസികളുടെ പേരിൽ തന്നെ തട്ടിപ്പ് നടത്തുന്നുണ്ട്, സൈബർ ലോകത്ത് ജാഗ്രത പാലിക്കണമെന്ന്. എവിടെയാണ് അദ്ദേഹത്തിന് ഈ പിഴവ് സംഭവിച്ചത്? എന്താണ് പരാതിയിൽ പറയുന്നത്? അതായത് ഈ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ വലിയ തോതിൽ പ്രചരണം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് കേസ് പത്തനംതിട്ട കീഴ്വായൂർ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ 15 ലക്ഷത്തിലും അധികം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായെന്നാണ് നിലവിൽ ഉള്ള പരാതിയിലാണ് കീഴ്വായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുംബൈ സൈബർ വിഭാഗം CBI ഏജൻസികൾ എന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ കൂർലോസിന്റെ മുംബൈയിലെ ബാങ്ക് അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടന്നെന്ന തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു. ഒപ്പം വീഡിയോ കോൾ ചെയ്തുകൊണ്ട് വെർച്വൽ അറസ്റ്റ് ആണെന്നും ഇദ്ദേഹത്തെ ധരിപ്പിച്ചു. പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഈ തട്ടിപ്പുകാർക്ക് 15 ലക്ഷത്തിലധികം രൂപ നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഒപ്പം തന്നെ സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്നുമായാണ് ഈ 15 ലക്ഷത്തിലധികം രൂപ ഈ തട്ടിപ്പുകാർക്ക് കൈമാറിയതായി ട്രാൻസാക്ഷൻ ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് ഇതൊരു തട്ടിപ്പാണെന്ന കാര്യം ബോധ്യമാകുന്നത്. പിന്നാലെയാണ് പത്തനംതിട്ട കീഴ്വായൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ പ്രത്യേക ടീം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം നടക്കും. എന്തായാലും ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള വാണിങ്ങുകൾ, നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുതെന്ന് വലിയ കാലമായി ഇത്തരം ഏജൻസികൾ ക്യാമ്പയിൻ നടത്തുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് ഉണ്ടാകുന്നത്. മുംബൈ പോലീസിന്റെ സൈബർ വിഭാഗം CBI എന്നീ ഏജൻസികളിൽ നിന്നാണ് എന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടന്നത്. പത്തനംതിട്ടയിലെ കീഴ്വായ്പൂർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.